ഏദനിലെ പതനത്തിൻ്റെ അടിസ്ഥാന കാരണം പാമ്പിൻ്റെ പുറകിൽ നിൽക്കുന്ന ഭീകരശക്തി ഏതാണ് എന്ന് ഹൗവ തിരിച്ചറിഞ്ഞില്ല. തിരിച്ചറിഞ്ഞപ്പോഴേക്കും കാര്യങ്ങൾ മുഴുവൻ കൈവിട്ടു പോയിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാന കാരണം തൻ്റെ ദിവ്യത്വത്തിൽ പൈശാചിക ശക്തികളുടെ ഓരോ നീക്കങ്ങളും തിരിച്ചറിഞ്ഞു. ഏദനിലെ തിരിച്ചറിവില്ലായ്മ മനുഷ്യകുലത്തിന് തിരിച്ചടിയായി മാറിയപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കൃത്യമായ തിരിച്ചറിവ് എന്തിന്? സ്നേഹത്തോടെ ചേർന്ന് നിന്നുകൊണ്ട് ക്രൂശ് ഒഴിവാക്കാൻ സംസാരിക്കുന്ന പത്രോസിൻ്റെ വാക്കുകളോട് പോലും കർക്കശമായി യേശു പ്രതികരിപ്പാൻ കാരണം അവിടുന്ന് അതിൻ്റെ പുറകിൽ നിൽക്കുന്ന ശക്തിയെ കൃത്യമായി തിരിച്ചറിഞ്ഞു. യോശുവ ഗിബെയോന്യ തന്ത്രത്തെ പ്രാരംഭത്തിൽ തിരിച്ചറിഞ്ഞില്ല. അതിശക്തനായ ശിംശോൻ ദലീലയുടെ വഞ്ചനയെ തിരിച്ചറിഞ്ഞില്ല. ബേത്ശേബയിലേക്ക് കണ്ണുപോയപ്പോൾ ദാവീദ് വലിയ പതനത്തെ തിരിച്ചറിഞ്ഞില്ല. ജനത്തെ എണ്ണുവാൻ പ്രേരണയുണ്ടായപ്പോൾ ദാവീദ് പ്രേരണയുടെ ഉറവയെ, കാരണത്തെ തിരിച്ചറിഞ്ഞില്ല. ശൗൽ പതനത്തെ കൃത്യമായി ആദ്യം തിരിച്ചറിഞ്ഞില്ല. എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാർ കൂടെ നടക്കുന്നത് ആരാണെന്ന് തിരിച്ചറിഞ്ഞില്ല. എന്തിന് പരീശന്മാർ യേശുക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞില്ല. യൂദ തകർച്ചയിലേക്ക് പോകുന്നത് സ്വയം തിരിച്ചറിഞ്ഞില്ല. ശലോമോൻ ഭീകര പതനത്തിലേക്ക് ചുവടുവയ്ക്കുന്നത് സ്വയം തിരിച്ചറിഞ്ഞില്ല. യഹൂദന്മാർ തങ്ങളുടെ സന്ദർശനകാലം അറിഞ്ഞില്ല. ഏറ്റവും ദുഃഖകരം, ആധുനിക സഭ ലവോദിക്ക തങ്ങളുടെ അവസ്ഥ തിരിച്ചറിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാ മുറിയിലേക്ക് കയറുക. ആത്മമണ്ഡലത്തിൽ ദൈവിക നിയോഗങ്ങൾക്ക് മുൻപിൽ തിരിച്ചറിവിനായി പ്രാർത്ഥിക്കുക. ഭൂതാത്മാക്കളുടെ ശക്തിയുടെ ഭയങ്കരത്വത്തേക്കാൾ നിന്നോടൊപ്പമുള്ള കാവൽ മാലാഖമാരുടെ ദൈവദൂതഗണങ്ങളുടെ ശക്തിയെ തിരിച്ചറിയുക. നിൻ്റെ ആത്മീയ ആയുധം ഉപയോഗിക്കുക. നിശ്ചയം വിജയം നിനക്ക് സുനിശ്ചിതമായി സംഭവിക്കും. ഈ ആത്മീയ പോർക്കളത്തിൽ വിജയം നിനക്കുള്ളത്. പക്ഷേ പ്രാരംഭം തിരിച്ചറിവില്ലായ്മ അപകടമാണെന്നോർക്കുക.